ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ വിലയിരുത്തിക്കൊണ്ട് CPM-ൻ്റെ സംസ്ഥാന നേതൃയോഗം കഴിഞ്ഞതിന് ശേഷം CPIM പാർട്ടി സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ നടത്തിയ ചില പരാമർശങ്ങൾ, ആ പരാമർശം സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ വളരെ പ്രകോപനപരമായ ചില പ്രസ്താവനകൾ അദ്ദേഹം ഇന്നലെ നടത്തുകയുണ്ടായി. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്നത് പോലെയാണ് MV ഗോവിന്ദൻ്റെ പരാമർശങ്ങളുടെ പോക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത്. CPIM-ൻ്റെ ഭീകരമായിട്ടുള്ള തോൽവി, അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ശരിക്കു തോറ്റു എന്നാണ്. ആ ഭീകരമായിട്ടുള്ള തോൽവിയെ ന്യായീകരിക്കാൻ, അതല്ലെങ്കിൽ അതിൻ്റെ കാരണക്കാരെ കണ്ടെത്താൻ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ അത് യാഥാർത്ഥ്യവുമായി ചേർന്ന് പോകുന്നതല്ല. വസ്തുതകളുടെ ഒരു വശം മാത്രം കാണാനേ ഗോവിന്ദനും പാർട്ടിക്കും കഴിഞ്ഞുള്ളൂ. അദ്ദേഹം പറഞ്ഞ രണ്ട് പ്രധാന കാര്യങ്ങൾ, BJP വിജയിക്കാൻ കാരണം SNDP അടക്കമുള്ള പിന്നോക്ക ഹിന്ദു സമുദായം വ്യാപകമായിട്ട് BJPക്ക് വോട്ട് ചെയ്തു. പലയിടങ്ങളിലും ക്രിസ്ത്യാനികളും BJPയെ പിന്തുണച്ചു. അതുകൊണ്ടാണ് BJP വിജയിച്ചതും LDFന് ഇത്ര വലിയ തകർച്ച ഉണ്ടായത്. അതിന് അദ്ദേഹം SNDP അടക്കമുള്ള ഹിന്ദു സമുദായത്തിലെ സംഘടനകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. BDJS രൂപീകരിച്ച് BJPക്ക് വേണ്ടി വിടുപണി ചെയ്തു. വെള്ളാപ്പള്ളി നടേശൻ BJPക്ക് വേണ്ടി ഇടനിലക്കാരനായി നിന്നു തുടങ്ങിയിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങളും ചില ഒളിപ്പിച്ചു വെച്ച ഭീഷണിയും CPM സെക്രട്ടറി ഇന്നലെ പുറത്തെടുക്കുകയുണ്ടായി. പക്ഷെ ശരിയായ വിശകലനത്തിൽ അദ്ദേഹം മറന്നുപോയൊരു കാര്യമുണ്ട്. കേരളത്തിലെ മുസ്ലിം സമുദായം എങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് കേരളത്തിൽ 30% ജനസംഖ്യയുള്ള ഒരു സമുദായമാണ് മുസ്ലിം സഹോദരി. ആ ജനസമൂഹം എങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് മൗനം പാലിക്കുകയാണ് MV ഗോവിന്ദൻ. ഞാൻ ആലപ്പുഴയിലെയും കോഴിക്കോട്ടെയും രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഞാൻ എന്തിനാണ് അത് പറയുന്നത് ചോദിച്ചാൽ, LDFന്റെ 2 മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലങ്ങളാണ്. ആലപ്പുഴയിൽ ആരിഫും അവസാനത്തെ കനൽ ഒരു തരി, കോഴിക്കോട്ട് നമ്മുടെ എളമരം കരീമിക്ക. ഈ 2 മണ്ഡലങ്ങളിലും മുസ്ലിം സമുദായം എങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ള കാര്യം ഇടതുമുന്നണി വിലയിരുത്തിയിട്ടുണ്ടോ, അല്ല CPIM വിലയിരുത്തിയിട്ടുണ്ടോ, വസ്തുത അവർക്ക് മനസ്സിലായിട്ടുണ്ടോ? നോക്കൂ, നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ കേൾക്കാത്ത തരത്തിലുള്ള മുസ്ലിം പ്രീണനമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം CPM-ഉം മുഖ്യമന്ത്രിയും നടത്തിയത്. ഇന്നേ വരെ ഒരു മതസംജ്ഞ അല്ലെങ്കിൽ ഒരു മതചിഹ്നം അല്ലെങ്കിൽ ഒരു മതത്തെ പ്രത്യേകമായിട്ട് അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതി കോഴിക്കോട് നാം കണ്ടു. കരീമിക്ക, സഖാവ് എളമരം കരീം എന്ന് എഴുതുന്നതിന് പകരം മഹാഭൂരിപക്ഷം ബോർഡുകളിലും ചുമരുകളിലും നാം കണ്ടത് കരീമിക്ക എന്നാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഗോവിന്ദനും നടത്തിയ എല്ലാ പ്രസംഗങ്ങളും മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നു, രണ്ടാംകിട പൗരന്മാരാണ്, സംഘപരിവാർ അവരെ ആക്രമിച്ച് ഇല്ലാതാക്കുകയാണ്, വംശഹത്യക്ക് വിധേയമാക്കുകയാണ്, പൗരത്വം ചോദ്യം ചെയ്യുക. ഈ 4-5 വാചകങ്ങളാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ചത്. പക്ഷേ ഈ 2 മണ്ഡലങ്ങളിലെ വോട്ടർമാർ എങ്ങനെയാണ് വോട്ട് ചെയ്തത്? മുസ്ലിം സമുദായത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടി നിർലജ്ജം നടത്തിയ വർഗീയ പ്രീണനത്തിന് എന്താണ് ആ പാർട്ടിക്കകത്ത് സംഭവിച്ചത്? സാമാന്യ മുസ്ലിം സമുദായത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്, CPM-ലെ മുസ്ലിങ്ങൾ എങ്ങനെ വോട്ട് ചെയ്തു ഇത് പരിശോധിച്ചിട്ടുണ്ടാവും. കോഴിക്കോട്ടും ആലപ്പുഴയിലും UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടാനുള്ള ഒരു കാരണം CPM-ന് അകത്തെ മുസ്ലിം സഖാക്കൾ UDFന് വോട്ട് ചെയ്തുകൊണ്ടാണ്. ഞാൻ വളരെ വസ്തുതാപരമായി ബൂത്തുകൾ പരിശോധിച്ചിട്ടാണ് ഈ കണക്ക് പറയുന്നത്. CPM-ലെ മുസ്ലിം സഖാക്കൾ ശക്തമായ
ഉള്ള ബൂത്തുകളിലെല്ലാം MK രാഘവനും KC വേണുഗോപാലാണ് ലീഡ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഒരു പരസ്യ സംവാദത്തിന് ഞാൻ ഗോവിന്ദനെ വെല്ലുവിളിക്കും. അതായത് മുസ്ലിം പ്രീണനം അവർ നടത്തിയിട്ടും പാർട്ടിയിലെ മുസ്ലിങ്ങൾ തന്നെ UDF-നെ പിന്തുണച്ചു. ആ വസ്തുത എന്തുകൊണ്ടാണ് ഗോവിന്ദൻ തുറന്നു പറയാത്തത്? അതിനുവേണ്ടി ശ്രമിച്ച മുസ്ലിം സംഘടനകളെ എന്താണ് ഗോവിന്ദൻ ഭീഷണിപ്പെടുത്താത്തത്? മുസ്ലിം ഏകീകരണത്തിന് വേണ്ടി ശ്രമിച്ച് സ്വന്തം പാർട്ടിയിലെ മുസ്ലിം സഖാക്കളെ ആകർഷിച്ച മുസ്ലിം മതസംഘടനകളെ കുറിച്ച് എന്തുകൊണ്ടാണ് ഗോവിന്ദൻ മൗനം അവലംബിക്കുന്നത്? എന്തുകൊണ്ടാണ് ഗോവിന്ദൻ SNDP-യെയും അതുപോലെ മറ്റ് ഹിന്ദു സംഘടനകളെയും മാത്രം ലക്ഷ്യം വയ്ക്കുന്നത്? എന്തുകൊണ്ടാണ് ഗോവിന്ദൻ തൃശ്ശൂരിൽ പേരെടുത്ത് പറഞ്ഞ് ക്രൈസ്തവ സംഘടനകളെ ലക്ഷ്യം വയ്ക്കുന്നത്? 2024 തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പൻ ജയിച്ചപ്പോൾ ഈ നഗരത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലെ മുസ്ലിം സഖാക്കൾ ആഹ്ലാദം പ്രകടിപ്പിച്ചിരുന്നു. ഈ നഗരത്തിൽ ശ്രീധരൻ സാർ പരാജയപ്പെടുകയും ഷാഫി പറമ്പൻ ജയിക്കുകയും ചെയ്തപ്പോൾ CPM-ലെ മുസ്ലിം കേഡറുകൾ, മെമ്പർമാർ ഇവിടെ ആഹ്ലാദം പ്രകടിപ്പിച്ചിരുന്നു. കൽപ്പറ്റയിൽ MV ശ്രേയാംസ് കുമാറിനെ പരാജയപ്പെടുത്തി സിദ്ദിഖ് വിജയിച്ചപ്പോൾ കൽപ്പറ്റ ടൗണിലും പിണങ്ങോട് ടൗണിലും ചുവന്ന തലക്കെട്ട് കെട്ടിയ CITU സഖാക്കൾ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തിരുന്നു. മുസ്ലിം പ്രീണനം നടത്തി CPM-ലെ മുസ്ലിം സഖാക്കൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്കെതിരായിട്ട് വോട്ട് ചെയ്യാണ്. മഞ്ചേശ്വരത്തിന്റെ സ്ഥിരം പതിവാണ്. 89 വോട്ട് ഞാൻ പരാജയപ്പെട്ടപ്പോഴും 1000-ൽ താഴെ വോട്ടിന് മാരാർജി പരാജയപ്പെട്ടപ്പോഴും എല്ലാം നാം വിലയിരുത്തിയിട്ടുള്ള കാര്യം മുസ്ലിം സഖാക്കൾ മാർക്സിസ്റ്റ് പാർട്ടിയിലെ UDF-ന് വോട്ട് ചെയ്യുന്നു. കരിമിക്കയെ നിർത്തി മുന്നിൽ പ്രചരണം നടത്തിയിട്ടും രാഘവന് വോട്ട് പോയി. ആരിഫിനെ മുന്നിൽ നിർത്തി സലാം അടക്കമുള്ള ആളുകൾ മുസ്ലിം വോട്ടിന് വേണ്ടി ശ്രമിച്ചിട്ടും അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, മണ്ണന്തല, ആലപ്പുഴ ഇവിടെയെല്ലാം ഉള്ള മുസ്ലിം സഖാക്കൾ UDF-ന് വോട്ട് ചെയ്തിരിക്കുന്നു. ഇത് വിലയിരുത്താൻ CPIM തയ്യാറാവാത്തിടത്തോളം കാലം കേരളത്തിൽ അവർ ഒരു കാലത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല. വർഗീയതയെ പ്രീണിപ്പിച്ച് സ്വയം നശിക്കുന്ന അവസ്ഥയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി എത്തിയിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ ഇന്നത്തെ സമ്പൂർണ്ണ തകർച്ചയുടെ കാരണം പിണറായി വിജയനും CPIM എടുത്ത അമിതമായ വർഗീയ പ്രചരണമാണ്. 30% വോട്ട് പിടിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണ്. ഉത്തരത്തിലുള്ളത് ലഭിച്ചതുമില്ല, കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു. ഇത് ശരിയായി പരിശോധിക്കാതെ SNDP-യെയും ക്രൈസ്തവ സംഘടനകളെയും ഒക്കെ ഭീഷണിപ്പെടുത്തി പഴയതുപോലെ പണ്ട് സമത്വ മുന്നേറ്റം യാത്രകൾ നടന്നപ്പോൾ ഭീഷണിപ്പെടുത്തി അവർ വരുതിയിലാക്കാൻ ശ്രമിച്ചിരുന്നു. ഒരു കാര്യം മിതമായ ഭാഷയിൽ ഞാൻ പറയാം. BJP-ക്ക് വോട്ട് ചെയ്തതിൻ്റെ പേരിൽ കേരളത്തിലെ ഒരു സമുദായത്തിനും ഒരു പോറൽ പോലും ഏൽക്കേണ്ടി വരില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. കയ്യൂക്കും കായബലവും സർക്കാർ സംവിധാനങ്ങളും ഉപയോഗിച്ച് BJP-ക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാനാണ് ശ്രമമെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയൊക്കെ സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. BJP-ക്ക് ആള് വോട്ട് ചെയ്തു മഹാപരാധമായി പോയി എന്നാണ് പറയുന്നത്. ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജനാധിപത്യ സമ്പ്രദായത്തിലാണ്. വെള്ളാപ്പള്ളി നടേശനെയും ചില ബിഷപ്പുമാർ BJP യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. വെള്ളാപ്പള്ളി നടേശനെയും ക്രൈസ്തവ സമുദായ ആചാര്യന്മാരെയും ഭീഷണിപ്പെടുത്താനാണ് നീക്കമെങ്കിൽ പല്ലും നഖവും ഉപയോഗിച്ച് അത് ചെറുക്കും. ഞങ്ങൾക്ക് അവരെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ടാകും. ആ കളിയൊന്നും ഇനി ഇവിടെ നടത്തില്ല. നിങ്ങൾ കേരളം ഭരിക്കുന്നുണ്ടെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഭീഷണികൾ, പ്രത്യേക ചില സമുദായങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് നടത്തുന്ന ഭീഷണികൾ, അതിവിടെ വിലപ്പോവില്ല. അത്തരം നടപടികൾ ഉണ്ടായാൽ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരും.